വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റൈഡ് ഊട്ടിയിലേക്കാണ്. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഊട്ടി എന്ന് പറയുന്നത്. കണ്ടാലും മതി വരാത്ത കാഴ്ചകളുമായിട്ടുള്ള പ്രദേശമാണ് ഊട്ടി എന്ന് പറയുന്നത്. ഈ കൊറോണ കാലത്ത് നമുക്ക് എങ്ങനെ ഊട്ടിയിലേക്ക് പോകാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ വൈക്കടവ് എന്ന് പറഞ്ഞ പ്രദേശത്ത് കൂടിയാണ്. വൈക്കടവിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് കടന്നിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തണം. തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നമ്മൾ പ്രത്യേകിച്ചും ഇ പാസ് കാണിക്കണം. ഇ പാസ് നിങ്ങൾക്കറിയാം, TN പാസ് എന്ന് നെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ഇ പാസിന് അപേക്ഷിക്കാൻ പറ്റും. വളരെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇ പാസ് എടുക്കുക എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇ പാസ് എടുക്കുന്നത്. അപ്പോൾ ഇ പാസ് കാണിച്ചിട്ട് വേണം തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് ഗൂഡല്ലൂർ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. ഈ റൂട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ല വൈബുള്ള ഒരു കാഴ്ചകൾ തരുന്ന ഒരു റൂട്ടാണ്. ധാരാളം ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെ കാണാൻ പറ്റും, മാനുകളെ കാണാം, മ്ലാവുകളെ കാണാം, ആനകളുണ്ട്, കാട്ടുപോത്തുകളുണ്ട്, പറ്റിയാൽ വല്ല കരടിയോ കടുവയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുക. എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തി. ഗൂഡല്ലൂരിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡൈവേർഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൂഡല്ലൂരിലെ ഫസ്റ്റ് ജംഗ്ഷനിൽ നിന്നും മൈസൂർ ഭാഗത്തേക്കാണ് തിരിയേണ്ടത്. മൈസൂർ റോഡിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ജംഗ്ഷൻ കാണും. ആ ജംഗ്ഷൻ ഒന്ന് ബത്തേരിയിലേക്കുള്ള ജംഗ്ഷനാണ്. അതിലൂടെ ഒരിക്കലും പോകരുത്. നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് തിരിച്ചെത്തും. നമ്മൾ വീണ്ടും ഡൈവേർട്ട് ചെയ്തിട്ട് മൈസൂർ റൂട്ടിലേക്ക് യാത്ര ചെയ്യുക. മൈസൂർ റൂട്ടിലൂടെ കുറച്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ധാരാളം നല്ല കാഴ്ചകളുണ്ട്. നല്ല മുളം കാടുകൾ കാണാൻ പറ്റും. നല്ല വൈബിൾ ഏരിയ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. മുളം കാടുകളാണ്, ഫുള്ള് മുളയാണ് ഉള്ളത്. ഈ മുളങ്കാടുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റിൽ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ എൻ്റർ ചെയ്യുന്നത് മുതുമല നാഷണൽ പാർക്കിലേക്കാണ്. കടുവ സങ്കേതമാണ്, കടുവകളൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ 6 മണിക്കാണ് ഈ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുക. ഈ 6 മണിക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആനകളെയും അതുപോലെ തന്നെ ധാരാളം ആനകളെയൊക്കെ കാണാൻ കഴിയും കേട്ടോ. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു മൺകൂട്ടത്തെ കണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. മൺകൂട്ടത്തൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ആന എപ്പോഴുള്ള ഒരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് ആന സഫാരി നടക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ആനപ്പന്തിയുണ്ട്. അതുകൊണ്ട് ആനകളെ ധാരാളം കാണാൻ പറ്റുള്ളൂ. എന്തായാലും ആനകളെ കാണാൻ പറ്റും. പക്ഷെ കാട്ടാനയെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു കുറച്ചുകൂടി കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഊട്ടി ഭാഗത്തേക്ക് ഒരു സൈൻ ബോർഡ് കാണും. ഊട്ടി മസനഗുഡി ഊട്ടി എന്നുള്ളൊരു സൈൻ ബോർഡ് കാണും. നമ്മൾ ആ ഭാഗത്തേക്കാണ് തിരിയേണ്ടത്.
അപ്പോൾ ഇതും ഒരു നാഷണൽ പാർക്ക് തന്നെയാണ്. അതിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെയും ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഒരിക്കലും നിർത്തി ഫോട്ടോ എടുക്കരുത്. വണ്ടി നിർത്തി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ അടിച്ചു വിടും. GoPro ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. So different than back when we had it easy. Now you don't believe me when I say I'll change, but how can I lose it now? അപ്പോൾ ഇതുവഴി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മസനഗുഡി ടൗണിലെത്തും. മസനഗുഡി ടൗണിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. രാത്രികാല സഫാരിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലത്തെ ഒരു ഡാം ഇവിടെയുണ്ട്. ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം അത്യാവശ്യം നല്ലൊരു ഡെസ്റ്റിനേഷനാണ് മസനഗുഡി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല. ഇനി ഊട്ടിയിലേക്ക് പോവുകയാണ്. ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം കാഴ്ചകൾ തരുന്നൊരു റോഡാണ്. നേരെ ഒരുപാട് റോഡുകളുണ്ട്. അത് സ്ട്രൈറ്റ് റോഡുകളുണ്ട്. ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ യാത്ര ചെയ്യുന്നൊരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ എത്ര ഡ്രൈവ് ചെയ്താലും അല്ലെങ്കിൽ എത്ര റൈഡ് ചെയ്താലും നമുക്ക് ഒരിക്കലും മടുക്കാത്ത റോഡും കൂടിയാണ്. ഇതിലൂടെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഒരു ചുരമാണ്. ഏകദേശം 34ഓളം എയർപിൻ വളവുകളുള്ള ഒരു ചുരമാണ്. മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും. ആ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി സംശയമുണ്ട്. ഇതും ടൈഗർ റിസർവിന്റെ ഭാഗങ്ങളാണ്. പിന്നെ ടോപ്പിലെത്തി നോക്കി. ഈ ചുരത്തിന് ടോപ്പിലാണ്, ഏകദേശം ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്. വിദൂരമായ കാഴ്ചകളുണ്ട്. കോടമഞ്ഞ് ഇങ്ങനെ കയറി വരുന്നു. അതുപോലെ ഒരു വാട്ടർഫാൾ കാണുന്നുണ്ട്. ആ വാട്ടർഫാളിൻ്റെ അടുത്തേക്കൊക്കെ പോകാം. സത്യം പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ കൊറോണ ആയതുകൊണ്ട് എന്തെങ്കിലും സീൻ ഉണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നിന്ന് അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് പോവാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ധാരാളം കോടയുണ്ട്. ആ കോടയുടെ കാഴ്ചകളൊക്കെ ഒരു വൈബാണ് നൽകുന്നത്. ഞാൻ എങ്ങോട്ട് യാത്ര പോയാലും അവിടെ മഴ പെയ്യും. അതാണ് ഒരു പ്രശ്നം. റൈഡ് പോയ സമയത്ത് അവിടെ മഴ പെയ്തു. അതുപോലെ വയനാട് റൈഡ് പോയ സമയത്ത് അവിടെ മഴ പെയ്തു. എപ്പോൾ നോക്കിയാലും മഴയാണ്. എന്താ പറയുക, എൻ്റെ കൂടപ്പുറപ്പാണ് മഴ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പോകുന്ന ഫസ്റ്റ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഉടനെ കടലാണ്.
ഇവിടെ ചെയ്യല്ലേ അല്ല ഇവിടെ നമ്മൾ പുറത്തിറങ്ങുന്ന പോലെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ധാരാളം ചെടികൾ, പൂക്കൾ, അതുപോലെ പുൽമേടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് ഇവിടെ ചിലവഴിക്കാനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ നല്ല കാഴ്ചകളുണ്ട്. ധാരാളം ചെടികളും കാര്യങ്ങളൊക്കെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനുണ്ട്. പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ടിക്കറ്റ് അത്ര വലിയ ടിക്കറ്റ് ഒന്നുമില്ല. അതുപോലെ ക്യാമറക്കും അത്ര വലിയ ചാർജും ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി വരാവുന്ന പ്രദേശമാണ്. 2 മണിക്കൂറോളം നമുക്ക് ഇവിടെ ചിലവഴിക്കാം. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനെ കണ്ട് നമ്മളിനി പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ റോസാപ്പൂക്കളുടെ ഗാർഡനാണ് റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് മഴയാണ്. കാണില്ലെന്നും അറിയില്ല. റോസ് ഗാർഡനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ റോസ് ഗാർഡനിലെ ഉള്ളിലേക്ക് കയറുന്നില്ല. കാണുമെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് തവണ കണ്ടതാണ്. അതുപോലെ തന്നെ ഫ്ലവർ ഷോ നടക്കുന്ന സമയമൊന്നുമല്ല. ഫ്ലവർ ഷോ നടക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് വരേണ്ടത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ മാത്രമാണ് ഈ റോസ് ഗാർഡന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കയറാതെ ഇവിടുന്ന് ഞങ്ങളിനി വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എത്തിക്കാത്ത നാടായ കിന്നാക്കുറയിലേക്കാണ് അടുത്ത റൈഡ് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ മടങ്ങി പോവുകയാണെങ്കിൽ, നാട്ടിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതേ റൂട്ടിലൂടെ നേരെ ഗൂഡല്ലൂരേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് 2-3-4 സ്പോട്ടുകൾ കാണാനുണ്ട്. അതിൽ ഒന്നാമത്തെ സ്പോട്ടാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫോട്ടോസ് കാണുന്നുണ്ടാകും. ഷൂട്ടിംഗ് ലൊക്കേഷൻ നല്ല കാഴ്ചയുള്ളൊരു സ്ഥലമാണ്. ധാരാളം സോങ്സൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് പൈമരക്കാടുകളുണ്ട്. പൈമരക്കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ചെറിയ ലേക്ക് ഉണ്ട്. ആ ലേക്കൊക്കെ അത്യാവശ്യം നല്ല വൈബുള്ളൊരു ഏരിയ കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന പൈമരക്കാടുകളും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലേക്കും. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 2 സ്ഥലങ്ങളോട് പോകാൻ പറ്റും. പൈക്കര ഡാമിൽ നമുക്ക് ബോട്ട് സഫാരി ഉണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, എങ്കിലും നല്ല രസമാണ് ആ ബോട്ട് സഫാരി എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പൈക്കര വാട്ടർഫാൾ ഉണ്ട്. അത് അടിപൊളി വാട്ടർഫാളാണ്. ഞാൻ അതിലൂടെ പോകാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാട്ടർഫാളാണ്. നല്ല കാഴ്ചകളാണ് അവിടെ ഉള്ളത്. കുറച്ച് നടക്കാനുണ്ട്, നടന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രിക്കൽ കാറുകളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിൽ 20 രൂപ കൊടുത്താൽ മതി, അങ്ങോട്ട് എത്തിച്ചു. പിന്നീട് നമ്മൾ ഗൂഡല്ലൂർ എത്താൻ നേരത്ത് നമുക്കൊരു സൂയിസൈഡ് പോയിന്റ് കൂടി ഉണ്ട്. ഇത്തരം കാഴ്ചകൾ നമുക്ക് വേണമെങ്കിൽ മടങ്ങുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ഈ റൈഡിൻ്റെ പ്രത്യേകത. നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എത്തിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് റോസ് ഗാർഡൻ കാണാം. റോസ് ഗാർഡനിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന സമയത്ത്
ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പൈമരക്കാടുകളുണ്ട്, പൈക്കര ബോട്ട് ഹൗസ് ഉണ്ട്, പൈക്കര വാട്ടർഫാൾ ഉണ്ട്, സൂയിസൈഡ് പോയിന്റ്. ഒരു വൺ ഡേ റൈഡ് എന്ന് പറയുന്ന ഇത്രയും കാഴ്ചകൾ കാണാൻ പറ്റുന്ന വേറൊരു പ്രദേശം വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഊട്ടിയിലെ വൺ ഡേ റൈഡ് എന്ന് പറയുന്നത് ഇത്രയാണ്. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 6 മണിക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. മലപ്പുറം ജില്ലയിലെ ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റും. മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിലെ ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്താൻ പറ്റും. ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ സത്യം പറയുകയാണെങ്കിൽ. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലെത്താം. ഊട്ടിയിലെ വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മളിനി പോകുന്നത് കിന്നാക്കുറയിലേക്കാണ്. കിന്നാക്കുറയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൊറോണയാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ കൊറോണ എഫക്റ്റ് ഒന്നും ഊട്ടിയിലില്ല. എല്ലാ പ്ലേസും ഓപ്പൺ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൊറോണയാണ്, കൊറോണ കാരണം അടച്ചിട്ടിട്ട് പ്രദേശങ്ങളൊന്നും പോയി ഊട്ടിയില്ല. എല്ലാ പ്ലേസും എന്താണ് ഓപ്പൺ ആണ്. അതുകൊണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.